നസീർ ഗ്യാരേജിൽ വണ്ടി ഒതുക്കുമ്പോൾ സമയം രാത്രി 11 കഴിഞ്ഞിരുന്നു. ദുബായിലെ ചൂടുകാറ്റിന് പോലും ഒരു തളർച്ചയുണ്ടായിരുന്നു. മസ്കറ്റിലെ ഒരു സാധാരണ ഗ്രാമത്തിൽ നിന്ന് 4 വർഷം മുൻപ് പറിച്ചു നട്ടതാണ് ഈ ജീവിതം. അയാളുടെ ജീവിതത്തിന്റെ താളം 6 സിലിണ്ടർ എഞ്ചിനുകളുടെ ഇരമ്പലായി ചുരുങ്ങി. ഷെയ്ഖ് ഹംദാന്റെ കമ്പനിവക ലക്ഷറി കാറുകൾ ഓടിക്കുന്ന ഡ്രൈവറാണ് നസീർ. അയാളുടെ കൈകൾക്ക് സ്റ്റിയറിംഗിന്റെ മിനുസവും മനസ്സിന് ദൂരമളക്കുന്ന ഒരു കൃത്യതയുമുണ്ടായിരുന്നു. അന്ന് വൈകുന്നേരം ഷെയ്ഖ് ഹംദാന്റെ ഭാര്യ ഫാത്തിമ ബീവി അൽ മജ്ലിസ് മാളിൽ പോയിരുന്നു. അവരുടെ ഷോപ്പിംഗ് യാത്രകൾ നസീറിന് അധികം ഇഷ്ടമുള്ള കാര്യമായിരുന്നില്ല. പുറത്ത് കാത്തുനിൽക്കണം, എയർ കണ്ടീഷണറിലെ തണുപ്പിലും മനസ്സ് വെന്തുരുകും. അവളൊരു വലിയ കുടുംബത്തിലെ അംഗമാണ്, കടുംബജിന്റെ കട്ടിയുള്ള മൂടുപടത്തിനുള്ളിൽ ഒതുങ്ങി ജീവിക്കുന്നവൾ. പക്ഷേ ഇന്നത്തെ യാത്രയിൽ ഒരു വ്യത്യാസമുണ്ടായി. മാളിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഫാത്തിമ ബീവിയുടെ കയ്യിൽ നിന്ന് ഒരു ചെറിയ സമ്മാനപ്പൊതി താഴെ വീണു. അത് ഒരു കുഞ്ഞു കളിപ്പാട്ടമായിരുന്നു, മരുഭൂമിയിൽ വിടരുന്ന ഒരു മഞ്ഞപ്പൂവ് പോലെയുള്ള രൂപം. അവൾ മുഖം മറച്ചുകൊണ്ട് വണ്ടിയിൽ കയറാൻ തുടങ്ങവേ നസീർ വേഗം അതെടുത്ത് നീട്ടി. മാഡം, ഇത് താഴെ വീണിരുന്നു. അവൾ ആ പൊതി കൈകളിൽ വാങ്ങിയത് ഒരു ഞെട്ടലോടെയായിരുന്നു. സാധാരണ അവൾ ഡ്രൈവർമാരുമായി സംസാരിക്കാറില്ല. ഒരു മിനുസം വാതിലുകൾക്കിടയിൽ അവൾ മറഞ്ഞിരിക്കുക പതിവാണ്. നന്ദി നസീർ, നേർത്ത സ്വരത്തിൽ ഒരു അടക്കം പറച്ചിൽ പോലെ അവൾ പറഞ്ഞു. ആ ശബ്ദം അയാളെ ആദ്യമായി കേൾക്കുന്നതുപോലെ തോന്നി. അത് കൈയിലെടുക്കുന്നതിനിടയിൽ ആ കൈയിലെ നേർത്ത വിരലുകൾ അയാൾ ശ്രദ്ധിച്ചു. ഒരു നിമിഷം മാത്രം, അത്രയേ ഉണ്ടായുള്ളൂ. അന്ന് രാത്രി നസീർ ഉറങ്ങാൻ കിടന്നപ്പോൾ ആ മഞ്ഞപ്പൂവിന്റെ നിറം അയാളുടെ മനസ്സിൽ മായാതെ നിന്നു. അടുത്ത ദിവസങ്ങളിൽ ഫാത്തിമ ബീവിയുടെ യാത്രകൾ വർദ്ധിച്ചു. അത് ചിലപ്പോൾ ദുബായ് മ്യൂസിയത്തിലേക്കാവാം, അല്ലെങ്കിൽ ജുമൈറ ബീച്ചിന്റെ ശാന്തമായ കോണുകളിലേക്ക്. വണ്ടി ഓടിക്കുമ്പോൾ റിയർവ്യൂ മിററിലൂടെ നസീർ അവളെ കാണാറുണ്ട്, കണ്ണിന്റെ ഒരു കോണിൽ മാത്രം. അത്രയേ ഒരു ഡ്രൈവർക്ക് ധൈര്യമുള്ളൂ. കറുത്ത വസ്ത്രത്തിനുള്ളിൽ അവൾ ഒരു കടലിന്റെ ആഴം ഒളിപ്പിച്ചു വച്ചിരുന്നു. ഒരു ദിവസം അവർ ഒരു ലൈബ്രറിക്ക് മുന്നിൽ വണ്ടി നിർത്തി. ഫാത്തിമ ബീവി ഇറങ്ങുമ്പോൾ ഒരു വലിയ പുസ്തകം മറന്നുപോയിരുന്നു. നസീർ അത് ശ്രദ്ധിച്ചു. അറേബ്യൻ നൈറ്റ്സ് എന്നൊരു പഴയ ഇംഗ്ലീഷ് പതിപ്പ്. അവൾ തിരികെ വന്ന് കയറിയപ്പോൾ നസീർ അതെടുത്തുകൊടുത്തു. മാഡം വായിക്കുന്നത് ഇംഗ്ലീഷ് പുസ്തകങ്ങളാണോ? നസീർ ചോദിച്ചത് ഒരു അതിർവരമ്പ് ലംഘിച്ചതുപോലെയായിരുന്നു. പക്ഷെ അറിയാതെ ചോദിച്ചു പോയതാണ്. അവൾ പതിവില്ലാത്ത വിധം മറുപടി പറഞ്ഞു. എനിക്ക് പുസ്തകങ്ങൾ ഒരു ലോകമാണ് നസീർ. ഈ മതിലുകൾക്കുള്ളിൽ നിന്ന് പുറത്തുവരാൻ പുസ്തകങ്ങൾ സഹായിക്കും. അവളുടെ കണ്ണുകളിൽ ഒരു നീറ്റൽ അയാൾ കണ്ടു. ഒരുപക്ഷെ ആഡംബരത്തിന്റെ സ്വർണ്ണക്കൂട്ടിനുള്ളിൽ അവൾ തനിച്ചായിരിക്കാം. മലയാളത്തിൽ നല്ല പുസ്തകങ്ങൾ ഒരുപാടുണ്ട്, ബഷീറും MTയുമെല്ലാം. നസീർ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. അവൾ മിററിലൂടെ അയാളെ നോക്കി. ഒരു ചിരി അവളുടെ മുഖത്തേക്ക് വന്നുവോ? അറിയില്ല. പക്ഷേ അവളുടെ കണ്ണുകൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ എന്റെ ഭർത്താവിന്റെ ഡ്രൈവറാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ അതിരുകൾ അറിയാമല്ലോ, അവൾ പറഞ്ഞു. അത് ഒരു മുന്നറിയിപ്പായിരുന്നില്ല, ഒരു നിസ്സഹായതയായിരുന്നു. എനിക്കറിയാം മാഡം. ക്ഷമിക്കണം. നസീർ സ്റ്റിയറിംഗിൽ മുറുകെ പിടിച്ചു. അതിരുകൾ അറിയാമെങ്കിലും ആ ദിവസങ്ങൾക്ക് ശേഷം അവർ തമ്മിൽ നിശബ്ദമായി ഒരു പാലം പണിയപ്പെട്ടു. നസീർ വണ്ടി വൃത്തിയാക്കുമ്പോൾ അവൾ വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകത്തെക്കുറിച്ച് അറിയാതെ ഒരു കമന്റ് പറയും. അവൾ മറുപടി പറയും. വാക്കുകൾ കുറവായിരുന്നു, പക്ഷേ ഓരോ വാക്കും ഒരു വലിയ കത്തെഴുതുന്നത് പോലെയായിരുന്നു. ഒരു ദിവസം അവർ മരുഭൂമിയിലൂടെ ഒരുപാട് ദൂരം യാത്ര ചെയ്യുകയായിരുന്നു. ഷെയ്ഖ് ഹംദാൻ ഒരു ഔദ്യോഗിക ആവശ്യത്തിന് പോയപ്പോൾ അവൾ തന്റെ ഉമ്മയെ കാണാൻ പോവുകയായിരുന്നു. നസീർ, അവൾ വിളിച്ചു. എന്താണ് മാഡം? എനിക്ക് ഈ ജീവിതം ഒരു ജയിലായി തോന്നാറുണ്ട്. വലിയ മതിലുകൾ, സുരക്ഷ, പണത്തിന്റെ തിളക്കം. പക്ഷേ എനിക്ക് ശ്വാസം മുട്ടുന്നു. നസീർ വണ്ടി ഒരു ചെറിയ മരുപ്പച്ചയുടെ അടുത്ത് നിർത്തി. അയാൾ സ്റ്റിയറിംഗിൽ നിന്ന് കൈകളെടുക്കാതെ പറഞ്ഞു. മാഡം, ഇവിടെ ഞങ്ങൾ പ്രവാസികൾക്കും ഓരോ മതിലുകളുണ്ട്. നാട്ടിലേക്കുള്ള ദൂരം, കടം, സ്വപ്നങ്ങൾ എല്ലാം ഞങ്ങളെ ബന്ധിച്ചിരിക്കുന്നു. പക്ഷേ ഞങ്ങൾ എന്നും പ്രതീക്ഷയോടെ മുന്നോട്ടു പോകും. ഒരു ദിവസം ആ മതിലുകൾ തകർക്കാനാവും എന്ന് വിശ്വസിക്കും. അവൾ മുഖമുയർത്തി. നിങ്ങളുടെ പ്രതീക്ഷ എന്താണ് നസീർ? ഒരു ചെറിയ വീട് എന്റെ നാട്ടിൽ, എന്റെ ഉമ്മയുടെ അടുത്ത്. ഫാത്തിമ പിയോമാഞ്ചലി കറുത്ത ശീല മാറ്റിക്കൊണ്ട് പുറത്തേക്ക് നോക്കി. ഒരു നിമിഷം ആ മരുപ്പച്ചയിലെ ചെടികൾ അവളെ ആകർഷിച്ചു. ഞാനൊരു സ്വപ്നവും കാണാറില്ല. സ്വപ്നം കണ്ടാൽ അത് വേദനിക്കുമല്ലോ. നസീർ ആ നിമിഷം തിരിഞ്ഞു നോക്കിയില്ല. എങ്കിലും തങ്ങളുടെ ജീവിതം ഒരുപോലെയാണ് എന്ന് അവർ രണ്ടുപേരും അറിഞ്ഞു. അധികാരത്തിന്റെയും പണത്തിന്റെയും വേലിക്കെട്ടുകൾക്കപ്പുറത്ത് രണ്ട് മനുഷ്യർ, ഒറ്റപ്പെട്ട രണ്ട് ഹൃദയങ്ങൾ. അവരുടെ സംഭാഷണങ്ങൾ, കണ്ണുകളിലെ നോട്ടങ്ങൾ, പുസ്തകങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ, ഇതെല്ലാം പ്രണയമായിരുന്നില്ല, ആസക്തിയായിരുന്നില്ല. അത് രണ്ട് തടവുകാർ തങ്ങളുടെ ജയിലിലെ ചുമരുകൾക്കപ്പുറത്തുനിന്ന് പരസ്പരം വിളിക്കുന്നതുപോലെയായിരുന്നു. ഒരു ദിവസം നസീറിന് പനി പിടിച്ചു. അയാൾ ലീവെടുക്കാൻ തീരുമാനിച്ചു.
ഫാത്തിമ ബീവി ഷെയ്ഖിനോട് പറഞ്ഞ് അയാളെ സ്വന്തം ഡോക്ടറെ കാണിച്ചു. സാധാരണ അങ്ങനെ സംഭവിക്കാറില്ല. നസീർ, നന്നായി ശ്രദ്ധിക്കണം. എന്റെ കാര്യങ്ങൾ നോക്കാൻ നിങ്ങൾ വേഗം സുഖം പ്രാപിക്കണം. ഒരു അധികാരിയുടെ സ്വരമായിരുന്നില്ല അവൾക്ക്. അടുത്ത ദിവസം ഡ്രൈവർമാരുടെ റൂമിൽ നസീറിന് ഒരു കവർ കിട്ടി. തുറന്നു നോക്കിയപ്പോൾ അതിൽ ഒരു ചെറിയ പേപ്പർ ഉണ്ടായിരുന്നു. നസീർ, ഞാൻ ഇന്നലെ പറഞ്ഞ മഞ്ഞപ്പൂവ്, അതിന് അറബിയിൽ ഹെന എന്ന് പറയും. അത് സ്നേഹത്തിന്റെ പ്രതീകമാണ്. വേഗം സുഖം പ്രാപിക്കട്ടെ. അതൊരു കത്തായിരുന്നില്ല. അത് അയാളോടുള്ള ഒരു ഇഷ്ടം തുറന്നു കാട്ടുന്നതായിരുന്നു. നസീർ ആ പേപ്പർ ചുരുട്ടി സ്വന്തം കീശയിൽ വെച്ചു. ആ നിമിഷം താൻ അപകടകരമായ ഒരു അതിർത്തി ലംഘിച്ചു കഴിഞ്ഞു എന്ന് അയാൾ തിരിച്ചറിഞ്ഞു. ഈ ബന്ധം ഇവിടെ വെച്ച് നിർത്തണം, കാരണം അത് ഒരു വലിയ ദുരന്തത്തിലേക്ക് വഴിതെളിക്കുമെന്ന് അയാൾ ഭയന്നു. നസീർ മാനേജരെ കണ്ട് നാട്ടിലേക്ക് പോകാൻ അനുവാദം ചോദിച്ചതിനു ശേഷം കൊട്ടാരത്തിലെ അന്തരീക്ഷം അയാളെ സംബന്ധിച്ചിടത്തോളം ഭാരം നിറഞ്ഞതായിരുന്നു. ഇനി ഒരാഴ്ച മാത്രം. എന്നിട്ടും അയാൾക്ക് ഫാത്തിമ ബീവിയെ കണ്ടുമുട്ടാതിരിക്കാൻ സാധിക്കില്ലായിരുന്നു. ഒരു വെള്ളി രാവിലെ ഷെയ്ഖിന്റെ ലൈബ്രറിയിലെ പുസ്തകങ്ങൾ അടുക്കിവെക്കുന്ന ചുമതല നസീറിനായിരുന്നു. ഇത് ആദ്യമായിട്ടാണ് അയാൾ ആ മുറിയിൽ കയറുന്നത്. ലക്ഷക്കണക്കിന് ദിർഹമിന്റെ പുസ്തകങ്ങൾ, മൂല്യവത്തായ കൈയെഴുത്തുപ്രതികൾ. അപ്പോഴാണ് ഫാത്തിമ ബീവി അവിടേക്ക് വന്നത്. അവൾ കയ്യിൽ ഒരു കഫീൻ കപ്പുമായി നിശബ്ദമായി ജനലിനടുത്ത് നിന്നു. നസീർ മുഖമുയർത്തിയില്ല. നസീർ, അവളുടെ സ്വരം വളരെ നേർത്തതായിരുന്നു, കാറ്റിൽ അലയടിക്കുന്ന മണൽത്തരി പോലെ. നിങ്ങൾ പോകുകയാണെന്ന് കേട്ടു. അതെ മാഡം, ഉമ്മയ്ക്ക് അസുഖമാണ്, എനിക്ക് പോയേ തീരൂ. അയാൾ ഒരു നുണ പറയുകയായിരുന്നു. ആ നുണ തന്റെയും അവളുടെയും ജീവിതത്തെ രക്ഷിക്കാൻ വേണ്ടിയാണെന്ന് അയാൾ വിശ്വസിച്ചു. കുടുംബം ഏറ്റവും വലുതാണ്, അവൾ പറഞ്ഞു. നല്ല കാര്യം, നന്നായി നോക്കണം. അവളുടെ വാക്കുകളിൽ വികാരങ്ങൾ ഒതുങ്ങി നിന്നു. പക്ഷേ നസീറിന് അറിയാമായിരുന്നു, താൻ കണ്ടിട്ടുള്ള ആ കണ്ണുകൾക്ക് പറയാനുള്ളത് ഇതല്ലെന്ന്. നസീർ തന്റെ ജോലി തുടർന്നു. പെട്ടെന്ന് പുസ്തകങ്ങൾക്കിടയിൽ നിന്ന് പഴയ മടക്കിവെച്ച ഒരു ഫോട്ടോ താഴെ വീണു. അതൊരു ചെറിയ പെൺകുട്ടിയുടെ ചിത്രമായിരുന്നു. പഴയ രീതിയിലുള്ള ഒരു സ്കൂൾ യൂണിഫോമിൽ ചിരിച്ചു നിൽക്കുന്നു. ഫാത്തിമ ബീവിയുടെ ചെറുപ്പകാലം. നസീർ അതെടുത്ത് അവൾക്ക് നേരെ നീട്ടി. മാഡം. അവൾ ആ ഫോട്ടോയുടെ നേർക്ക് നോക്കാതെ കൈകളിൽ വാങ്ങി. നസീർ, ഭയം ഒരു തടവറയാണ്. ഞാൻ എപ്പോഴും ആ തടവറയിലാണ് ജീവിക്കുന്നത്. നിങ്ങൾ പുറത്തു പോവുകയാണെങ്കിൽ സ്വതന്ത്രനായിരിക്കുക. അവൾ തന്റെ ഭർത്താവിന്റെ ലോകത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് നസീറിനറിയാം. ഈ മണിമാളികയ്ക്കുള്ളിൽ തന്റെ എല്ലാ സ്വാതന്ത്ര്യങ്ങളും അടിയറവ് വെച്ച ഒരു സ്ത്രീ. ഒരു വാക്കുപോലും അധികം പറയാതെ നസീർ തലകുനിച്ചു. എന്റെ കാര്യത്തിൽ എനിക്ക് ദുഃഖമുണ്ട് നസീർ, അവൾ തുടർന്നു. നിങ്ങൾ എന്റെ ഭർത്താവിന്റെ ഡ്രൈവറാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ അതിരുകൾ അറിയാമായിരുന്നു. പക്ഷേ ഞാൻ നിങ്ങളോട് കൂടുതൽ സംസാരിച്ചു. ക്ഷമ ചോദിക്കുന്നു. ആ നിമിഷം നസീറിന്റെ ഉള്ളം പിടഞ്ഞു. അവളല്ല ക്ഷമ ചോദിക്കേണ്ടത്, മറിച്ച് തന്റെ ഹൃദയത്തിൽ അവളോട് തോന്നിയ ഇഷ്ടം നിയന്ത്രിക്കാൻ കഴിയാതെ പോയതിന് താനാണ് ക്ഷമ ചോദിക്കേണ്ടത്. ഇല്ല മാഡം, എനിക്കിതൊരു നല്ല ഓർമ്മയാണ്, അയാൾ പതുക്കെ പറഞ്ഞു. നല്ലൊരു യാത്ര, നല്ലൊരു ജീവിതം മാഡത്തിനുണ്ടാകട്ടെ. അവൾ കണ്ണുകളടച്ചു. ആ ലൈബ്രറിയിലെ പുസ്തകങ്ങളിലെ അക്ഷരങ്ങൾ പോലും നിശബ്ദമായൊരു ദുഃഖം പേറുന്നതുപോലെ നസീറിന് തോന്നി. അയാൾ മുറിയിൽ നിന്ന് പുറത്തു വരുമ്പോൾ താൻ ഒരു സ്വപ്നത്തിൽ നിന്ന് ഉണരുകയാണെന്നും അതിസുന്ദരമായ ആ സ്വപ്നം പൂർണ്ണമായും അവസാനിച്ചുവെന്നും ഉറപ്പിച്ചു. അടുത്ത 4 ദിവസങ്ങൾ നസീർ ഡ്യൂട്ടിയിലുണ്ടായിരുന്നില്ല. യാത്രയ്ക്കുള്ള ഒരുക്കങ്ങളിലായിരുന്നു. ഫാത്തിമ ബീവി ആ സമയമത്രയും ഷെയ്ഖ് ഹംദാനോടൊപ്പം അബുദാബിയിലായിരുന്നു. അതുകൊണ്ടുതന്നെ പരസ്പരം കാണേണ്ട സാഹചര്യമുണ്ടായില്ല. അയാൾക്കതൊരു ആശ്വാസമായിരുന്നു. വിടവാങ്ങൽ രംഗങ്ങൾ ഒഴിവാക്കാമല്ലോ. അവസാന ദിവസം ഉച്ചയ്ക്ക് ശേഷം നസീർ എയർപോർട്ടിലേക്കുള്ള ടാക്സി കാത്തുനിൽക്കുകയായിരുന്നു. അയാൾ തന്റെ മുറിയിലെ ചെറിയ ലഗേജുകൾ ശ്രദ്ധാപൂർവം അടച്ചുറപ്പിച്ചു. കീശയിൽ അവന്റെ കൈ എപ്പോഴും ആ പഴയ മഞ്ഞപ്പൂവിന്റെ ഹന്നക്കുറിപ്പിൽ തട്ടിയിരുന്നു. പെട്ടെന്ന് മാനേജർ അയാളെ വിളിച്ചു. നസീർ, നിങ്ങളെ മാഡം വിളിക്കുന്നു. ഫാത്തിമ ബീവിയോ? നസീർ അത്ഭുതപ്പെട്ടു. ഹാളിൽ അവൾ മുഖം മറയ്ക്കുന്ന മൂടുപടത്തിൽ അല്പം പരിഭ്രമിച്ചതുപോലെ നിന്നു. നസീർ, അവൾ തുടങ്ങി, നിങ്ങൾ പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു സമ്മാനം നൽകാൻ ഷെയ്ഖ് എന്നോട് ആവശ്യപ്പെട്ടു. അവളുടെ കയ്യിൽ ഒരു ചെറിയ പേഴ്സ് ഉണ്ടായിരുന്നു. സാധാരണ ദീനാറുകളോ മറ്റോ കൊടുത്ത് ഡ്രൈവർമാരെ യാത്രയാക്കുക പതിവാണ്. എനിക്ക് സമ്മാനമൊന്നും വേണ്ട മാഡം. ഷെയ്ഖിനോട് എന്റെ നന്ദി അറിയിക്കണം, നസീർ വിനയത്തോടെ പറഞ്ഞു. ഇത് ഷെയ്ഖിന്റെ സമ്മാനമല്ല, അവൾ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. ഇത് എന്റേതാണ്. അവൾ ആ ചെറിയ പേഴ്സ് നസീറിന്റെ കൈകളിലേക്ക് വച്ചു. അയാൾ അത്ഭുതത്തോടെ തുറന്നു നോക്കി. അത് പണമല്ലായിരുന്നു. അതിലുണ്ടായിരുന്നത് ഒരു ചെറിയ ഡയറിയായിരുന്നു. അതോടൊപ്പം ദോഹയിലേക്ക് എന്നെഴുതിയ ഒരു വിമാന ടിക്കറ്റും. നസീർ, ഷെയ്ഖിന്റെ ദുബായിലെ സ്ഥാപനങ്ങൾക്ക് ദോഹയിലും ബ്രാഞ്ചുകളുണ്ട്. നിങ്ങൾക്ക് അവിടെ ഒരു പുതിയ ജോലി ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. ദുബായിലേതിനേക്കാൾ ഉയർന്ന ശമ്പളം,
കുറഞ്ഞ ജോലിഭാരം. നിങ്ങൾ ഈ ജോലി സ്വീകരിക്കണം. ആരും നിങ്ങളെ ഭയപ്പെടുത്താനോ ചോദ്യം ചെയ്യാനോ അവിടെ ഉണ്ടാകില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാം. അവിടെ നിങ്ങൾ പുതിയ ജീവിതം തുടങ്ങണം. നസീർ തളർന്നു നിന്നു. മാഡം, എനിക്കിത് വേണ്ട. ഇല്ല നസീർ, അവൾ അവനെ തടസ്സപ്പെടുത്തി. ഇത് എന്റെ കടമാണ്. നിങ്ങളെ ഒരുപാട് സംസാരിച്ച് ഞാൻ ബുദ്ധിമുട്ടിച്ചു. അതിനുള്ള പ്രായശ്ചിത്തമാണ് ഇത്. നിങ്ങളുടെ ഈ യാത്രയ്ക്ക് ഞാനൊരു പുതിയ വഴിയൊരുക്കി. ഇനി തിരിഞ്ഞു നോക്കരുത്. ഈ സ്ഥലം വിടുക. ഉടൻ തന്നെ. നസീറിന്റെ മനസ്സിൽ ഒരു കൊടുങ്കാറ്റ് വീശി. ഇത് പ്രണയത്തിന്റെ സമ്മാനമാണോ, അതോ തന്റെ ജീവിതത്തെ രക്ഷിക്കാനുള്ള ഒരു പലായന മാർഗമോ? ഒരു നിമിഷം ആ കണ്ണുകളിൽ നോക്കിയപ്പോൾ മഞ്ഞപ്പൂവിന്റെ നിറം അയാൾ കണ്ടു. നന്ദി മാഡം. അയാൾക്ക് മറ്റൊന്നും പറയാൻ കഴിഞ്ഞില്ല. പോവുക നസീർ, വേഗം. അയാൾ തന്റെ ലഗേജ് എടുത്ത് ആ കൊട്ടാരത്തിന്റെ പടിയിറങ്ങി. ദുബായിലെ ചൂടിൽ നിന്ന് ദോഹയിലെ പുതിയ ജീവിതത്തിലേക്ക്. ഒരു രക്ഷപ്പെടലായിരുന്നു അത്. പക്ഷേ തന്റെ ഹൃദയത്തെ ഇവിടെ ഉപേക്ഷിച്ചാണ് അയാൾ പോകുന്നത് എന്ന് അയാൾക്കറിയാമായിരുന്നു. അയാളുടെ ടാക്സി ഗേറ്റ് കടന്ന് ദൂരെ മറയുമ്പോൾ ഫാത്തിമ ബീവി പൂന്തോട്ടത്തിൽ ഒറ്റയ്ക്ക് നിന്നു. ഹന്ന എന്നെഴുതിയ കടലാസ് അവൾ കയ്യിലെടുത്തു. അവളുടെ കണ്ണുനീർ ആ കടലാസിൽ വീണു. അക്ഷരങ്ങൾ നേരിയതായി മാഞ്ഞുപോയി. മരുപ്പച്ചയിലെ മാമ്പൂക്കൾ കുറച്ചുകാലമേ വിടർന്നു നിൽക്കൂ. പക്ഷേ ആ ഗന്ധം മായാതെ എന്നും അവിടെ ഉണ്ടാവും. ദോഹയിലെ പുതിയ ജോലി നസീറിനെ സംബന്ധിച്ചിടത്തോളം ശാന്തമായിരുന്നു. അയാൾക്ക് സ്വന്തമായി ഒരു മുറി, നല്ല ശമ്പളം. എന്നിട്ടും അയാളുടെ മനസ്സിൽ ദുബായിലെ കൊട്ടാരവും ഫാത്തിമ ബീവിയുടെ നിസ്സഹായമായ കണ്ണുകളും മായാതെ നിന്നു. അവന്റെ ജീവിതത്തിൽ ഇപ്പോൾ 2 സത്യങ്ങളുണ്ട്. നാട്ടിലെ ഉമ്മയ്ക്ക് ഒരു നല്ല വീട് വയ്ക്കുക. രണ്ടാമത്തേത്, ഫാത്തിമ ബീവിക്ക് വേണ്ടി എന്നും പ്രാർത്ഥിക്കുക. നസീർ ദോഹയിൽ മലയാളികളുടെ ഒരു വലിയ കൂട്ടായ്മയിൽ ചേർന്നു. അവിടുത്തെ തിരക്കിനിടയിൽ അയാൾ തന്റെ ദുരിതങ്ങളെ മറക്കാൻ ശ്രമിച്ചു. 1 വർഷം കഴിഞ്ഞു. വീട് പണി പാതിയായി. ഒരു ദിവസം അയാൾക്ക് ദുബായിൽ നിന്ന് ഒരു കത്ത് വന്നു. അയച്ചത് മാനേജരാണ്. നസീർ ആകാംക്ഷയോടെ കത്ത് പൊട്ടിച്ചു. അതിലെഴുതിയിരുന്നത് ഒരു നല്ല വാർത്തയായിരുന്നു. നസീർ ഷെയ്ഖ് ഹംദാൻ തന്റെ ഭാര്യയെ വിവാഹബന്ധം വേർപെടുത്തി. അവർക്കിപ്പോൾ കൂടുതൽ വിദ്യാഭ്യാസം നേടാനും സ്വന്തമായി ഒരു സ്ഥാപനം തുടങ്ങാനും ആഗ്രഹമുണ്ട്. അവർ ഇപ്പോൾ യൂറോപ്പിലേക്ക് പോവുകയാണ്. അവർ ആവശ്യപ്പെട്ട പ്രകാരമാണ് ഈ വിവരം നിങ്ങളെ അറിയിക്കുന്നത്. അവർ നിങ്ങളെ കാണാൻ ശ്രമിക്കില്ല. കാരണം അവർ പുതിയ ജീവിതം തുടങ്ങുകയാണ്. നിങ്ങൾക്കും ഒരു നല്ല ജീവിതം ആശംസിക്കുന്നു. നസീർ കസേരയിൽ നിന്ന് എഴുന്നേറ്റു. അവളുടെ കണ്ണുകളിൽ കണ്ട അഗ്നി കെട്ടുപോയിട്ടില്ല. അവൾ സ്വയം മോചിതയായിരിക്കുന്നു. അവൾ യൂറോപ്പിലേക്ക് പോവുകയാണ്, സ്വന്തമായൊരു ജീവിതം കണ്ടെത്താൻ. അവന്റെ കീശയിൽ എപ്പോഴും ഉണ്ടായിരുന്ന മഞ്ഞപ്പൂവിന്റെ കുറിപ്പ് അയാൾ പുറത്തെടുത്തു. അതിലേക്ക് നോക്കി അയാൾ ആദ്യമായി ഉറക്കെ ചിരിച്ചു. ഹന്ന, സ്നേഹത്തിന്റെ പ്രതീകം. നസീറിനറിയാമായിരുന്നു തന്റെ പ്രണയം അവൾക്ക് ഒരു രക്ഷപ്പെടൽ നൽകി. അവൾക്ക് സ്വയം മോചിതയാകാനുള്ള ധൈര്യം നൽകി. അയാൾക്ക് ദോഹയിൽ നിൽക്കാൻ കഴിഞ്ഞില്ല. അയാൾ നേരെ എയർപോർട്ടിലേക്ക് പോയി, നാട്ടിലേക്ക്. ഉമ്മയെ കാണാൻ, വീട് പണി പൂർത്തിയാക്കാൻ. ഇനി മുതൽ തന്റെ ജീവിതം ഒരു നല്ല ലക്ഷ്യത്തിനു വേണ്ടി മാത്രമാണ്. ഫാത്തിമ ബീവിയുടെ സന്തോഷത്തിനായി പ്രാർത്ഥിക്കുക. നസീർ വിമാനമിറങ്ങിയത് കോഴിക്കോട് വിമാനത്താവളത്തിലാണ്. 1 വർഷത്തെ ദോഹയിലെ ജീവിതവും ദുബായിലെ 4 വർഷത്തെ പ്രവാസവും അയാളെ മാറ്റിമറിച്ചിരുന്നു. അയാളുടെ കീശയിലുണ്ടായിരുന്ന ടിക്കറ്റ് കയ്യിലുണ്ടായിരുന്നില്ല. പകരം ഫാത്തിമ ബീവിയുടെ സമ്മാനമായ ഡയറിയും ഹന്നയുടെ കുറിപ്പും മാത്രം. മലപ്പുറത്തെ കുന്നിൻ ചെരുവിലെ വീട്ടിലേക്ക് നസീർ എത്തുമ്പോൾ ഉമ്മ കാത്തിരിക്കുകയായിരുന്നു. മകനെ കണ്ടതും അവർ സന്തോഷം കൊണ്ട് കരഞ്ഞുപോയി. പ്രവാസ ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും ആ ഒരൊറ്റ നിമിഷത്തിൽ മാഞ്ഞുപോയി. നസീർ കൊണ്ടുവന്ന പണം വീടിന്റെ പണി പൂർത്തിയാക്കാൻ ധാരാളമായിരുന്നു. നസീർ ഒരു സാധാരണ ജീവിതം നയിക്കാൻ ശ്രമിച്ചു. പകൽ വീടിന്റെ പണികൾക്ക് മേൽനോട്ടം വഹിച്ചു. രാത്രിയിൽ തന്റെ മുറിയിലെ ചെറിയ മേശയിലിരുന്ന് ഫാത്തിമ ബീവി സമ്മാനിച്ച ഡയറിയിൽ തന്റെ ചിന്തകളും സ്വപ്നങ്ങളും എഴുതി നിറയ്ക്കും. ആ ഡയറിയിലെ ആദ്യത്തെ കുറച്ച് പേജുകൾ ശൂന്യമായിരുന്നു. അയാളത് എഴുതി തുടങ്ങിയപ്പോൾ അത് അവരുടെ സംഭാഷണങ്ങളുടെയും നിശബ്ദമായ നോട്ടങ്ങളുടെയും ഒരു ശേഖരമായി മാറി. അയാൾ ഓരോ ദിവസവും ഫാത്തിമ ബീവിയെ ഓർത്തു. അവൾ യൂറോപ്പിൽ എവിടെയായിരിക്കും? അവൾ തന്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കിയോ? നിയമത്തിന്റെ ചങ്ങലകൾ പൊട്ടിച്ച് പുറത്തുവന്ന അവളുടെ ധൈര്യത്തെ അയാൾ അഭിനന്ദിച്ചു. അവൾക്കു വേണ്ടിയുള്ള പ്രാർത്ഥനകൾ മാത്രമായിരുന്നു അയാളുടെ പ്രണയം. ഒരു വൈകുന്നേരം മുറ്റത്തെ മാവിൻ ചുവട്ടിലിരിക്കുമ്പോൾ അയൽവാസിയായ കുഞ്ഞാലിക്ക വന്നു. നസീറെ, നീ ഇനി ഗൾഫിലേക്ക് തിരിച്ചു പോകുന്നില്ലേ? നല്ല ജോലി ഉണ്ടായിരുന്നതല്ലേ? ഇല്ല ഇക്ക, ഇനി നാട്ടിൽ മതി. ബാക്കിയുള്ള ജീവിതം ഉമ്മാന്റെ കൂടെ. നസീർ ചിരിച്ചു. നന്നായി. പക്ഷെ ഒരു കൂട്ടുവേണം. കല്യാണം കഴിക്കണം. നല്ലൊരു പെണ്ണിനെ നോക്കിക്കൂടെ? കല്യാണം എന്ന ചിന്ത നസീറിനെ അലോസരപ്പെടുത്തി. ഫാത്തിമ ബീവിയുടെ ഓർമ്മകൾ അയാളുടെ മനസ്സിൽ മായാതെ നിൽക്കുമ്പോൾ മറ്റൊരു സ്ത്രീയെ എങ്ങനെ സ്വീകരിക്കാൻ കഴിയും? പക്ഷേ അയാൾക്ക് അറിയാമായിരുന്നു അവളുടെ ലോകം മറ്റൊന്നാണ്.
തന്റെ ലോകം ഇവിടെയാണ്. അടുത്ത ദിവസം നസീർ ഒരു കമ്പ്യൂട്ടർ സെന്ററിൽ പോയി. അയാൾ യൂറോപ്പിലെ പത്രങ്ങളിലും വെബ്സൈറ്റുകളിലും ഫാത്തിമ എന്ന പേരിൽ എന്തെങ്കിലും വാർത്തകളുണ്ടോ എന്ന് തിരഞ്ഞു. വലിയൊരു തെരച്ചിലിനൊടുവിൽ പാരീസിലെ ഒരു പ്രസിദ്ധമായ യൂണിവേഴ്സിറ്റിയിൽ ഫാത്തിമ അൽ ഹംദാൻ എന്ന പേരിൽ ഒരു വനിതാ ചരിത്ര ഗവേഷണത്തിന് ചേർന്നതായി ഒരു ചെറിയ വാർത്ത അയാൾ കണ്ടു. ഒരു ഫോട്ടോ പോലും ഉണ്ടായിരുന്നില്ല. അൽ ഹംദാൻ, പഴയ ഭർത്താവിന്റെ കുടുംബപ്പേര് അവൾ ഉപേക്ഷിച്ചിട്ടില്ല. ഒരുപക്ഷെ അത് അറബി ലോകത്ത് അവൾക്ക് വേണ്ട സംരക്ഷണം നൽകുന്നുണ്ടാവാം. നസീർ ആ വാർത്തയുടെ പ്രിന്റ് ഔട്ട് എടുത്ത് ഡയറിയിൽ ഒട്ടിച്ചുവെച്ചു. അവൾ സുരക്ഷിതയാണ്. അതാണ് അയാൾക്ക് അറിയേണ്ടിയിരുന്നത്. അയാളുടെ ഉള്ളിൽ ഒരു ശാന്തമായ സന്തോഷം നിറഞ്ഞു. നസീർ തന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. അവന്റെ ഉമ്മ നിർബന്ധിച്ചപ്പോൾ അയാൾ കല്യാണത്തിന് സമ്മതിച്ചു. അയാൾക്ക് നിർബന്ധമൊന്നുമുണ്ടായിരുന്നില്ല, പക്ഷേ ഉമ്മയുടെ സന്തോഷം വലുതായിരുന്നു. അങ്ങനെ അടുത്ത ഗ്രാമത്തിലെ ഒരു സാധാരണ വീട്ടിലെ വിദ്യാഭ്യാസം നേടിയ ഒരു പെൺകുട്ടിയെ അയാൾ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. വിവാഹത്തിന്റെ തലേന്ന് രാത്രി വീട് മുഴുവൻ ആളും ബഹളവുമാണ്. നസീർ മുറിയിൽ ഒറ്റയ്ക്കിരുന്നു. തന്റെ മനസ്സിൽ സൂക്ഷിച്ചിരുന്ന ആ ഡയറിയും ഹന്നയുടെ കുറിപ്പും അവൻ പുറത്തെടുത്തു. ഇനി എന്തു ചെയ്യണം? താൻ വിവാഹിതനാകാൻ പോവുകയാണ്. ഈ ഓർമ്മകൾ ഈ പുതിയ ജീവിതത്തിൽ ഒരു ഭാരമാകരുത്. ഡയറിയിൽ ഫാത്തിമ ബീവിയെക്കുറിച്ച് എഴുതിയ അവസാന പേജ് അയാൾ വീണ്ടും വായിച്ചു. നസീർ, ഞാൻ ഇന്നലെ പറഞ്ഞ മഞ്ഞപ്പൂവ്, അതിന് അറബിയിൽ ഹന്ന എന്ന് പറയും. അത് സ്നേഹത്തിന്റെ പ്രതീകമാണ്. വേഗം സുഖം പ്രാപിക്കട്ടെ. നസീർ ആ ഡയറിയും കുറിപ്പും തന്റെ ബാഗിൽ നിന്ന് മാറ്റി. പകരം പഴയകാലത്ത് ദുബായിൽ നിന്ന് കൊണ്ടുവന്ന ഒരു ചെറിയ മണൽ നിറച്ച കുപ്പിയെടുത്തു. അയാൾ ഡയറിയും ഹന്നയുടെ കുറിപ്പും ആ മണൽക്കുപ്പിയോടൊപ്പം ചേർത്ത് ഒരു തുണിയിൽ പൊതിഞ്ഞു. അയാൾ നേരെ മുറ്റത്തെ കിണറിനടുത്തേക്ക് പോയി. ആ കിണർ ആരും ഉപയോഗിക്കാറില്ലായിരുന്നു. വറ്റിവരണ്ട നിലയിലാണ്. നസീർ ആ പൊതിയെടുത്ത് കിണറിന്റെ ആഴങ്ങളിലേക്ക് ഇട്ടു. പോവുക ഫാത്തിമ, നിങ്ങൾ സ്വതന്ത്രയായി. എന്റെ മനസ്സ് നിങ്ങളോടൊപ്പം എന്നും യൂറോപ്പിലുണ്ടാകും. പക്ഷെ എന്റെ ശരീരം എന്റെ നാട്ടിൽ പുതിയൊരു ജീവിതം തുടങ്ങണം. ഈ ഓർമ്മകൾ എന്റെ പുതിയ ജീവിതത്തെ വേദനിപ്പിക്കരുത്. നിങ്ങൾ സന്തോഷമായിരിക്കണം. ആ പൊതി താഴെ വീഴുന്ന ശബ്ദം ശാന്തമായിരുന്നു. അയാൾക്കിപ്പോൾ ഹൃദയത്തിൽ ഒരു ശൂന്യത അനുഭവപ്പെട്ടു. പക്ഷേ അത് ദുഃഖത്തിന്റേതല്ല, ഒരു ശുദ്ധീകരണമായിരുന്നു. അടുത്ത ദിവസം നസീർ വിവാഹിതനായി. പുതിയ ഭാര്യയായ റംല സ്നേഹമുള്ളവളും സാധാരണക്കാരിയുമായിരുന്നു. നസീർ തന്റെ പുതിയ ജീവിതത്തിൽ മുഴുകി. അവനിലെ പ്രവാസി ഡ്രൈവർ മാഞ്ഞുപോയി. പകരം ഒരു പുതിയ വീട്ടുകാരൻ ഉണർന്നു. ഫാത്തിമ ബീവിയുടെ ഓർമ്മകൾ ഒരു വിദൂര സ്വപ്നം പോലെ, മരുപ്പച്ചയിലെ മാമ്പൂവിന്റെ ഗന്ധം പോലെ ശാന്തമായി അവന്റെ ഹൃദയത്തിലൊതുങ്ങി. നസീർ ഒരിക്കലും തന്റെ ദുബായിലെ ജീവിതത്തെക്കുറിച്ചോ ഫാത്തിമ ബീവിയെക്കുറിച്ചോ ആരോടും പറഞ്ഞില്ല. ചില പ്രണയങ്ങൾ സ്വന്തമാക്കാനുള്ളതല്ല, മറ്റൊരാൾക്ക് സ്വാതന്ത്ര്യം നൽകാനുള്ളതാണ് എന്ന് അയാൾ വിശ്വസിച്ചു.